അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാ രീതിയിലുള്ള സമാധാനത്തിനും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടാനുമെല്ലാം വേണ്ടിയിട്ടുള്ള ചെറിയൊരു ദിക്റുകളെ കുറിച്ചാണ്. ഈ ദിക്റ് നിങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും സാധാരണ ചെയ്യുന്നവരാത്തുകളോ ദിക്റുകളോ ഖുർആൻ ഓതുക, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു ദിക്റ് കൂടി നിങ്ങൾ ചൊല്ലുക. അതിനു വേണ്ടിയിട്ട് മഗ്‌രിബിന് ശേഷം ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം നടന്നു കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ദിക്റുകൾ ഓരോന്നും 33 തവണയാണ് ചൊല്ലേണ്ടത്. നിങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ചാണോ ഈ ദിക്റ് നിങ്ങൾ നിയ്യത്താക്കിയത് ആ കാര്യം നേരം വെളുക്കുന്നതിന് മുമ്പ് റാഹത്തായി കിട്ടുന്നതാണ്. ഏറ്റവും നല്ലത് ആരുമില്ലാത്ത ഒഴിഞ്ഞ ഒരു റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ആത്മാർത്ഥതയോടെ ചൊല്ലുന്നതാണ്. ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് പറയുക, ഈ കാര്യം റെഡിയായി കിട്ടാൻ, ഈ കാര്യം ഇന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്റ് ചൊല്ലുന്നത്. എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വിഷമം എനിക്കുണ്ട്, ഇത് റാഹത്താക്കി തരണേ അള്ളാന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അള്ളാഹുവെ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആ കാര്യം നടന്നു കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത, അല്ലെങ്കിൽ അത് നടക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നാലും നിങ്ങളെ കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും. ഇത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ആവശ്യങ്ങൾ നടന്നു കിട്ടിയിട്ടുള്ള ഒരു ദുആ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെ കാര്യം റാഹത്താവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ ദിക്റാണിത്. എന്നാലും നമ്മൾ സ്ക്രീനിൽ ഈ ദിക്റ് കൊടുക്കുന്നുണ്ട്. അറിയാത്തവർക്കായി സ്ക്രീനിൽ നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ഒരു ചെറിയ ദിക്റാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ ഒരു ദിക്റ് നിങ്ങൾ ചുരുങ്ങിയത് 33 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 103 തവണ, അല്ലെങ്കിൽ 313, ഇങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ കഴിയാവുന്നത് അത്രയും വട്ടം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച നിയ്യത്ത് ചെയ്ത എണ്ണം അത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സ്വലാത്തുൽ ഫാത്തിഹ് 3 തവണ കൂടി ചൊല്ലുക. അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാരണമാകും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിയതിന് ശേഷം സ്വലാത്തുൽ ഫാത്തിഹ കൂടി നിങ്ങൾ ചൊല്ലുക. ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് എണീറ്റ് പോവാതിരിക്കുക. മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിയുന്നത് ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാൻ നോക്കുക. എന്നിട്ട് ഇത് ചൊല്ലി തീർന്നതിന് ശേഷം അവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസമാണോ, എന്ത് വിഷമമാണോ, ഏത് കാര്യത്തിലാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, അത് ഇനി എത്ര വലിയ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുതായിക്കോട്ടെ, അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, ഞാൻ ഈ ദിക്റ് ഇത്രയും തവണ ചൊല്ലി റബ്ബേ, എൻ്റെ ദിക്റുകൾ നീ സ്വീകരിക്കണേ റബ്ബേ, എൻ്റെ ഇന്ന ആഗ്രഹം ഈ ഒരു കാര്യം കൊണ്ട് നീ നടത്തി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുക. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമുണ്ട്, അത് ഉറപ്പാണ്. ഒരുപാട് പ്രയാസങ്ങൾ, കടം കൊണ്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കാണാറുണ്ട് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും എന്ത് പ്രയാസം നീങ്ങാനുണ്ടെങ്കിലും ഈ കാര്യം നിങ്ങൾ ചെയ്തോളി. ഇപ്പോൾ തന്നെ നിങ്ങൾ നിയ്യത്ത് ചെയ്തോളി. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവേ, ഞാൻ എൻ്റെ ഇന്ന കാര്യം ശരിയായി കിട്ടാൻ, അല്ലെങ്കിൽ ഇന്ന പ്രയാസം മാറിക്കിട്ടാൻ ഈ ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യാനെന്ന് നിയ്യത്ത് ചെയ്തോളി. എന്നാൽ നിങ്ങളെ കാര്യം ഉറപ്പായിട്ടും റാഹത്താവും. ഈ ഒരു ദിക്റ് നിസ്കരിക്കാത്ത സമയത്ത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് ഇതിൻ്റെ തുടക്കം. ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ്. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന കാര്യം നിർത്താതെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ഒരു അമൽ കൊണ്ട് അള്ളാഹു താല തീർത്തു തരട്ടെ. എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതിനുള്ള ഒരു എളുപ്പ വഴി അള്ളാഹു കാണിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് റാഹത്തായി കിട്ടട്ടെ.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.